എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ എങ്ങനെ വേണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ വേറൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഇതാ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഡ്രൈവ് മോഡിലാണുള്ളത്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, എന്നിട്ടാണ് യൂ ടേൺ എടുക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഡയറക്റ്റ് യൂ ടേൺ എടുക്കുന്നില്ല. അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഞാൻ ഓഫ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഡയറക്റ്റ് യൂ ടേൺ എടുക്കാത്തത്? ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് യൂ ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറം ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മൾ ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകും. നിങ്ങൾ നോക്കുക, ഇവിടുന്ന് പതിയെ മുന്നോട്ടേക്ക് എടുത്തു. ഇവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ടേക്ക് എടുക്കുന്നു. ഇത്ര മുന്നോട്ടേക്ക് എടുത്തു. ഇനി എന്ത് ചെയ്യുന്നു, ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കുന്നു. എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നോക്കുക. റൈറ്റ് മിറർ നോക്കുന്നു, ഫ്രണ്ടിൽ നോക്കുന്നു വണ്ടി ഉണ്ടോയെന്ന്. റൈറ്റ് മിററിൽ നോക്കുമ്പം പിന്നെ ബാക്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ട്. ഞാൻ റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ചുകൊണ്ട് വണ്ടി മൂവ് ആക്കാനാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ബാക്കിൽ വണ്ടി ഉണ്ട്. ഞാൻ മൂവ് ആക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നു. ഈ മിററാണ് ശ്രദ്ധിക്കുന്നത്. നോക്കുക, നല്ല ശ്രദ്ധ വേണം. ഇതിപ്പോൾ മിറർ നോക്കിയിട്ട് ബാക്കിൽ വണ്ടിയുണ്ട്, ഫ്രണ്ടിൽ നിന്നും വണ്ടിയുണ്ട്. നമുക്ക് എടുക്കാൻ കഴിയില്ല. നോക്കുക, പതിയെ കുറച്ച് മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. നോക്കുക, ഇപ്പോൾ ബാക്കിലൊരു വണ്ടിയുണ്ട്. ഇല്ല, ഇപ്പോൾ ബാക്കിൽ വണ്ടി ഇല്ല. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. മുമ്പിലും വണ്ടിയില്ല. അത് ആ ഒരു സ്പോട്ടിന് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്നു. വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. കണ്ടില്ലേ? ഇപ്പോൾ കറക്റ്റായിട്ട് തിരിഞ്ഞു വന്നു. നിങ്ങൾ നോക്കിയേ. ഇനി എന്ത് ചെയ്യുക, സ്റ്റിയറിങ് പെട്ടെന്ന് സ്റ്റഡി ആക്കുക. നോക്കിയേ, ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് തിരിയാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഞാൻ ലേശം മുമ്പോട്ടെടുത്തത് അവിടെ ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചു. എന്ത് പ്രയോഗിച്ചു? അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ഒറ്റ ടേക്കിന് നമുക്ക് ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് നോക്കുക, ഇവിടുന്ന് ആക്ച്വലി എനിക്ക് റൈറ്റാണ് പോകേണ്ടത്. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സെൻട്രൽ ലൈന് പിടിച്ച് പോവുക. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ലൈന് പിടിച്ച് പോവുക. ലൈനില്ല, എന്നാലും നമ്മൾ ഒരു ലൈന് കാണണം മനസ്സിൽ. ഇപ്പോൾ വേറൊരു വണ്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പതിയെ ടേൺ ചെയ്തു. നോക്കി നിങ്ങൾ, ഇതുപോലെ ആയിരിക്കണം നമ്മൾ ടേൺ ചെയ്യേണ്ടത്. നോക്കി, രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പതിയെ തിരിഞ്ഞു വന്നു. കണ്ടില്ലേ? സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്കുക. നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ ആ ടേൺ എടുത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സെൻട്രൽ ലൈൻ ഇല്ലെങ്കിൽ നമ്മളൊരു സെൻട്രൽ ലൈൻ സങ്കല്പിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പതിയെ മുന്നോട്ടേക്ക് പോകുന്നു. കുറച്ച് ഒന്ന് റൈറ്റ് കീപ്പ് ചെയ്തു. ലെഫ്റ്റ് ആളുകളുള്ളതുകൊണ്ടാണ് റൈറ്റിലേക്ക് ലേശം തിരിച്ചെടുത്തത്. കണ്ടില്ല, ഇവിടെ ഒരു ഹമ്പ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് പതിയെ മൂവ് ആക്കുന്നു. പതിയെ മൂവ് ആക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് കുറച്ച് ഇടുങ്ങിയ വഴിയാണ്, വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ട വഴിയാണ്. ഇവിടെ ഒരു ഹമ്പ് ഉണ്ട്. വേറൊരു വണ്ടി വരുന്നുണ്ട്. ഞാനിവിടെ നിർത്തി കൊടുത്തു. രണ്ട് വണ്ടിക്ക് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ, അതുകൊണ്ടാണ് അവിടെ സ്ലോ ആക്കിയത്. നോക്കുക നിങ്ങൾ, വേറൊരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. കണ്ട, രണ്ട് വണ്ടിക്ക് തിരിയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആ ബസ് അവിടെ നിർത്തിയത്. കണ്ടില്ലേ? ഇടുങ്ങിയ വഴിയാണ്. നോക്കി നിങ്ങൾ, വളരെ ശ്രദ്ധിച്ചെടുക്കണം. കണ്ടോ, നമ്മളിതാ ശ്രദ്ധിച്ചെടുത്തു. രണ്ട് സൈഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഇത്തരം ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? ഞാനിപ്പം എടുത്തിട്ട് വന്ന് നിങ്ങൾ നോക്കി, ബസ് കൃത്യമായിട്ട് അവിടെ നിർത്തി തന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് വണ്ടിക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം അതൊക്കെ നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്യണം. പതിയെ എടുത്ത് ഡ്രൈവ് ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. പതിയെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഇവിടുന്ന് വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ശ്രദ്ധിച്ചു. പതിയെ മുന്നോട്ടേക്ക് പോകുന്നു. കണ്ടില്ലേ? നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ഇനി സ്ട്രെയിറ്റ് പോകുന്നു. ഇവിടെ ആക്ച്വലി രണ്ട് ട്രാക്കായിട്ടൊക്കെ വണ്ടികൾ പോവും. ഞാനിപ്പം ഈ ഒരു ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചിട്ടാണ് പതിയെ പോകുന്നുള്ളത്. നോക്കാം, ഞാൻ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്ത് റൈറ്റ് ട്രാക്കിലേക്ക് പതിയെ മൂവ് ആവുന്നു. ശരിക്കും അങ്ങനെ ട്രാക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇവിടെ കാണാൻ കഴിയില്ല, എന്നാലും നമ്മളെ മനസ്സിൽ അങ്ങനെ വേണം. രണ്ട് വണ്ടികളൊക്കെ ഒന്നിച്ച് പോവും ഇതുവഴിയൊക്കെ. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് അടുപ്പിച്ച് വന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട്. നോക്കിയേ, അപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്തിട്ട് അടിച്ചു വിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കണം റോഡിൻ്റെ കണ്ടീഷനൊക്കെ. ചിലപ്പോൾ പരിചയമില്ലാത്ത റോഡിലൂടെയൊക്കെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ അബദ്ധം വരും. പെട്ടെന്നായിരിക്കും ഡിവൈഡർ മുന്നിൽ വരിക, അപ്പോഴായിരിക്കും അപകടം ഉണ്ടാവുക.
അപ്പം ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റോഡിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അതിനൊന്നും നിൽക്കരുത്. പ്രത്യേകിച്ചും ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആയിട്ടാകുമ്പോൾ മാത്രമേ ഓവർടേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർടേക്കിങ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, മുന്നിലത്തെ വണ്ടിയായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എന്താ, ആ വണ്ടിയുടെ ബാക്കിലെ ടയർ കാണുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. നോക്കി നിങ്ങൾ, എന്താ ഇതുപോലെ ആയിരിക്കണം ചെയ്യേണ്ടത്. കണ്ട, വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നോക്കി നിങ്ങൾ, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അധികം അടുപ്പിച്ചിട്ട് പോകരുത്. എപ്പോഴും അബദ്ധം സംഭവിക്കുന്നത് അങ്ങനെയാണ്. കണ്ട, ഇതേപോലെ പോവാം. നോക്കി നിങ്ങൾ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ സ്പീഡ് ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. കണ്ടില്ലേ, അതവിടെ ദൂരത്ത് നിങ്ങൾക്ക് ക്യാമറ കാണാം. നമ്മളധികം സ്പീഡിലൊന്നും പോകുന്നില്ല. ഈ ഒരു സ്കൂട്ടീനെ ഓവർടേക്ക് ചെയ്തു. ഇവിടെയും ആക്ച്വലി സൈഡിൽ ക്യാമറയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു പാലാണ് വരുന്നത്, നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ഇവിടുന്ന് പാലത്തിൽ നിന്നൊക്കെ ഓവർടേക്ക് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ സൈഡ് കീപ്പ് ചെയ്തിട്ട് പോവാം. ഇതേപോലെ പോവാം. കണ്ടില്ലേ, പാലത്തിൽ കുഴിയൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ച് പോകണം. കുഴിയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. നമുക്ക് ലെഫ്റ്റ് ടയർ എവിടെയാണെന്നറിയാം, റൈറ്റ് ടയർ എവിടെയാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കുഴി വരുന്ന രീതിയിൽ, അതായത് ഈ ഒരു ഭാഗത്ത് കുഴി വരുന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴിയിൽ ചാടാതെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കൊക്കെ നിങ്ങൾ നോക്കണം. വേറെ വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അബദ്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നോക്കുക. ഇങ്ങനെ പാലം ഇറങ്ങി വന്നു, കണ്ടില്ലേ. ഇനി ശ്രദ്ധിച്ച് പോകണം. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വലിയ സ്പീഡിൽ പോകരുത്. ചെറിയ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ക്രോസ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, നമ്മളിത് ഏകദേശം ഇപ്പോൾ ആ ഒരു മിഡിൽ ലൈന് ചേർത്തിട്ടാണ് പോകുന്നത്. ഹോൺ അടിച്ച് നമ്മൾ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു. വലിയ സ്പീഡൊന്നുമില്ല. ഇപ്പോൾ നമ്മളിത് ലെഫ്റ്റ് ചേർത്തിട്ടാണ് പോകുന്നത്. നമുക്ക് എപ്പോഴും പിന്നെ ബോർഡർ ലൈൻ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്നതായിരിക്കും എപ്പോഴും ഒരു സേഫായ രീതി എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി സ്പീഡ് ലിമിറ്റ് 60 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം അത്ര സ്പീഡിൽ പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ആകുന്ന ഒരു സ്പീഡിൽ പോയാൽ മതി. ഇപ്പോൾ 60 കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 60ൽ പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. 60 വരെ പോവാം എന്നാണ് ആ ഒരു പിന്നെ 60 ബോർഡ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിൽ പോകാൻ വേണ്ടിയിട്ട് പാടില്ല. 60 ആണ് അവിടെ സ്പീഡ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പിന്നെ അത്ര സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായ ഒരു സ്പീഡിൽ പോകാം. അതിൽ കൂടുതൽ സ്പീഡിലേക്ക് ഒരിക്കലും പോകരുത്. ചിലപ്പോൾ ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ അപകടങ്ങളുണ്ടാവും. ക്യാമറ ഇനിയിപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കണ്ട. അങ്ങനെ ഒരു സ്പീഡ് ലിമിറ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പിന്നെ അതിൽ കൂടുതൽ പോയാൽ അപകടം സംഭവിക്കുന്നത് തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.